സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ. തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്ക് ദർശനം. മണ്ഡലകാലത്തിന് നാളെ തുടക്കം. ഭക്തകോടികളുടെ ശരണാരവം പൊന്നമ്പല നടയിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജനുവരി 20 വരെ തുടരുന്ന തീർത്ഥാടനത്തിനായി ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം ഞായറാഴ്ച തുറക്കും. ഇതിനു മുന്നോടിയായി നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നു. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കുള്ള ബസ് നിർത്തുന്ന സ്ഥലത്ത് റോഡിൽ നിന്നും അയ്യപ്പന്മാരെ മാറ്റി നിർത്താൻ ഇക്കുറി സ്ഥിരം ബാരിക്കേഡ് ഉണ്ടാകും. 3000 പേരെ ഉൾക്കൊള്ളാവുന്ന ജർമ്മൻ പന്തലുകൾ നിലയ്ക്കലും പമ്പയിലും പണിതു കഴിഞ്ഞു. നിലയ്ക്കലിൽ പുതിയ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണികളും നടക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 5-ന് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിക്കും. 18-ാം പടിക്ക് താഴെ ഇരുമുടിയേന്തി കാത്തു നിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അദ്ദേഹം കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 18-ാം പടിക്ക് മുമ്പായി നടപ്പന്തൽ മുതൽ പ്രത്യേക ക്യൂ സംവിധാനവും പെട്ടെന്ന് ദർശനം ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോളിക്കാർ ഭക്തരെ ചൂഷണം ചെയ്യാതിരിക്കാൻ ദേവസ്വം വിജിലൻസിന്റെ പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം യഥേഷ്ടം ലഭിക്കുന്നതിന് മാളികപ്പുറത്തെ അന്നദാന മണ്ഡപത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മല കയറി എത്തുന്ന ഭക്തർക്ക് കൈകാൽ വേദനകൾക്ക് പരിഹാരമായി സന്നിധാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കും. പമ്പയിലും സന്നിധാനത്തും ബോർഡിന്റെ ഓഫ് റോഡ് ആംബുലൻസ് സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിക്കും. കൂടാതെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്ട്രെച്ചർ സർവീസും ഉണ്ടാകും. പോലീസ്, റവന്യൂ തുടങ്ങി എല്ലാ വകുപ്പുകളുമായുള്ള ഏകോപനത്തിന് മുതിർന്ന പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ജനുവരി 14-നാണ് മകരവിളക്ക്. 14 മുതൽ 18 വരെ രാത്രി മാളികപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. ജനുവരി 15 മുതൽ പടിപൂജ ഉണ്ടായിരിക്കും. ജനുവരി 18-ന് രാവിലെ കൊട്ടാരം വക കളഭാഭിഷേകം. അതിനുശേഷം നെയ്യഭിഷേകം ഉണ്ടാവില്ല. 19-ന് രാത്രിയാണ് മാളികപ്പുറത്ത് കുരുതി. അന്ന് മറ്റു വഴിപാടുകളില്ല. 20-ന് രാവിലെ കൊട്ടാരം പ്രതിനിധിക്ക് മാത്രം ദർശനം നൽകി തിരുനട അടയ്ക്കും.